ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും എന്താ പറയുക നല്ല ഈസി ആയിട്ട്, അതായത് ഒരു 5 മിനിറ്റ് സമയത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കണം. എന്നിട്ട് അതിലേക്ക് ഓരോരോ ബ്രെഡായിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലൊന്ന് ഇങ്ങനെ ഒന്ന് പിച്ചി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഒരേ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതാ ഇത് മിക്സിയുടെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതുപോലൊന്ന് വിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പം നമ്മളിത് ആ ബ്രെഡെല്ലാം ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ വരെ തേങ്ങയാണ്. നല്ല തേങ്ങ തന്നെ, നമ്മൾ ചിരവി എടുത്ത തേങ്ങ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തേങ്ങ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഈ ബ്രെഡും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് നമുക്ക് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഞാനപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിന് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ഏലക്കായ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരേ ഒരു നുള്ള്, കൂടിപ്പോകേണ്ട ഒറ്റ നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതായത് നമ്മൾ ബ്രെഡും ഈ ഒരു ശർക്കരയും കൂടെ കുഴയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. പിന്നെ ആ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പോകാതെ, അതായത് ക്രാക്കൊന്നും വീഴാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരല്പം പാൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈയുടെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ലൊരു ബോൾസ് ആക്കിയിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാം നല്ല ബോൾസ് പോലെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് തേങ്ങ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. വറുക്കുന്നതിന് മുമ്പ് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് കമൻറ്റായിട്ട് പറയണേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഇനി ഇതൊന്ന് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വളരെ കുറഞ്ഞ അളവിലാണ് ഇവിടെ എണ്ണ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാം ഒരേപോലെ തന്നെ എന്ത് ചെയ്യണം, നല്ലതുപോലെ വറുത്തെടുക്കണം. അല്ലെങ്കിൽ ചില സൈഡ് വറുക്കാതെയും ഒക്കെ വരും. കാരണം നമ്മൾ മുങ്ങിപ്പൊരിഞ്ഞല്ലല്ലോ ഇത് വരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീയൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോന്നും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് പൊരിച്ചിട്ടെടുക്കാൻ പറ്റും. ആ ഒരു തേങ്ങയൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻ്റ് ആക്കാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായി നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. Thank you for watching.